വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഷഫീത്ത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സൽ എങ്ങനെയാണ് ഒരു ടെലിഫോൺ ബില്ല് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. ഒരുപാട് ടെലിഫോൺ ഏജൻസീസുകൾ കൺസ്യൂമേഴ്സിന്റെ ഡാറ്റാസ് ഒരു ബില്ലാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ബില്ല് നമ്മൾ എക്സലിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ മുന്നേ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. അപ്പൊ ഇന്ന് നമ്മൾ ടെലിഫോൺ ബില്ലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് ഡാറ്റാസ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ BSNL പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കൺസ്യൂമേഴ്സിന്റെ ഡാറ്റാസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതും മെയ് മാസത്തേതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കൺസ്യൂമേഴ്സിന്റെ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ നെയിം, ഫോൺ നമ്പർ, കാറ്റഗറി, പ്രീവിയസ് കോള്, കറണ്ട് കോള്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ടോട്ടൽ കോള് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ ലൈൻ റെന്റ്, നെറ്റ് എമൗണ്ട്, ടാക്സ് റേറ്റ് പിന്നെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. 18% ആണ് ടെലിഫോണിന്റെ ഒക്കെ GST റേറ്റ് എന്ന് പറയുന്നത്. ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ഓരോരുത്തർക്കും എത്രയാണ് ബില്ലായിട്ട് എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരു മാസത്തേതാണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ കോൾ ആണ്. അപ്പൊ ഓൾറെഡി ഇവിടെ നമുക്ക് പ്രീവിയസ് കോളും അതുപോലെ തന്നെ കറണ്ട് കോളും തന്നിട്ടുണ്ട്. അപ്പൊ കറണ്ട് കോളിൽ നിന്ന് പ്രീവിയസ് കോള് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള ടോട്ടൽ കോള് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈക്വൽ കൊടുത്തു, എന്നിട്ട് കറണ്ട് കോള് സെലക്ട് ചെയ്യാം, മൈനസ് പ്രീവിയസ് കോൾ കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ കോൾ കിട്ടുന്നതാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരുടേത് ഫിൽ പോയിന്റർ യൂസ് ചെയ്ത് നമുക്ക് ഫിൽ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരുടെയും ടോട്ടൽ കോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലൈൻ റെന്റ് ആണ്. അപ്പൊ ലൈൻ റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ കാറ്റഗറി എല്ലാവർക്കും സെയിം അല്ല, കാറ്റഗറി കൊമേഴ്സ്യലും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റും ഉണ്ട്. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും വ്യത്യസ്ത ലൈൻ റെന്റ് ആണ് തന്നിട്ടുള്ളത്. അതാണ് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞത് ലൈൻ റെന്റ് 300 ആണ്, പ്രൈവറ്റിന് 200 ആണ്. അപ്പൊ ഇവിടെ കണ്ടീഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ലൈൻ റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓരോരുത്തർ കൊമേഴ്സ്യൽ നോക്കി അവിടെ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അതും റിസ്ക് ഉള്ള പണിയാണ്. ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരെ പോയി നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫില്ല് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. ഇവിടെ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇഫ് ഫംഗ്ഷൻ ആണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ഇഫ് കൊടുത്തിട്ടുണ്ട്. ലോജിക്കൽ ടെസ്റ്റിൽ നമ്മൾ കൊമേഴ്സ്യലിനാണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ കൊമേഴ്സ്യൽ എന്നുള്ളതാണ് നമ്മൾ ലോജിക്കൽ ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ഡബിൾ കൊട്ടേഷനിൽ കൊമേഴ്സ്യൽ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ടെസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ ആ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ കൊമേഴ്സ്യൽ എന്നുള്ള ഡബിൾ കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കോമ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ ട്രൂ ആണ് ചോദിക്കുന്നത്. കൊമേഴ്സ്യൽ എന്ന് പറയുന്ന കാറ്റഗറിക്ക് എന്താണ് റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത്, ആ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ കൊമേഴ്സ്യലിന് ഇവിടെ 300 ആണ് ലൈൻ റെന്റ്. ആ 300 എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ കോമ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് വാല്യൂ ഫോൾസ് ആണ്. ഇനി കൊമേഴ്സ്യൽ അല്ലാത്ത കാറ്റഗറി ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് റിസൾട്ട് വേണ്ടത് വെച്ചാൽ അത് നമുക്ക് വാല്യൂ ഫോൾസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ 200 ആണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അത്രയും മതി. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈൻ റെന്റ് വന്നു. ഇപ്പൊ കൊമേഴ്സ്യൽ ആയതുകൊണ്ട് അത് 300 വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നമ്മൾ ഫിൽ പോയിന്റർ യൂസ് ചെയ്ത് ഫിൽ ചെയ്ത് നോക്കാം. കണ്ടു, കൊമേഴ്സ്യലൊക്കെ 300, പ്രൈവറ്റ് ഒക്കെ 200 എന്നുള്ള റിസൾട്ട് നമുക്കിവിടെ കിട്ടി. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നെറ്റ് എമൗണ്ട് ആണ്. അപ്പൊ നെറ്റ് എമൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചാർജ്, ഓരോ കാറ്റഗറിക്കും ചാർജ് ഇവിടെ വ്യത്യാസമുണ്ട്. കണ്ടോ, ചാർജ് എന്ന് പറയുന്നത് കൊമേഴ്സ്യലിനാണെങ്കിൽ 15 ആണ്, പ്രൈവറ്റ് ആണെങ്കിൽ 10 ആണ് ചാർജ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ടോട്ടൽ കോൾ ഇൻറ്റു ചാർജ് പ്ലസ് ലൈൻ റെന്റ് ആണ് കിട്ടേണ്ടത്. ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിൽ പ്രൈവറ്റ് കൊമേഴ്സ്യൽ രണ്ടും കൂടി ആയതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ് എളുപ്പം. അപ്പൊ ഞാനിവിടെ ഇഫ് ഫംഗ്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ഈക്വൽ ഇഫ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ ഈ ഒരു കൊമേഴ്സ്യൽ തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഈക്വൽ ഡബിൾ കൊട്ടേഷനിൽ കൊമേഴ്സ്യൽ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ദെൻ കോമ. എന്താണ് നമുക്ക് റിസൾട്ട് വരേണ്ടത്, ടോട്ടൽ കോൾ ഇൻറ്റു ചാർജ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ടോട്ടൽ കോൾ സെലക്ട് ചെയ്യുക, ദെൻ ഇൻറ്റു ചാർജ് എന്ന് പറയുന്നത് കൊമേഴ്സ്യലിന് 15 ആണ്, 15 പ്ലസ്
ഏത് വരണം? ലൈൻ റെന്റ് ആണ് വരേണ്ടത്. ലൈൻ റെന്റ് കൊടുത്തു. ഇപ്പൊ കൊമേഴ്സ്യലിനുള്ള എത്രയാണ് നെറ്റ് എമൗണ്ട് എന്നുള്ളതിന്റെ ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ കോമ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഫോൾസ്. നേരത്തെ നമ്മൾ കൊടുത്ത പോലെ കൊമേഴ്സ്യൽ അല്ലാത്ത കാറ്റഗറിക്ക് എങ്ങനെയാണ് റിസൾട്ട് വരേണ്ടത് വെച്ചാൽ അത് നമുക്ക് വാല്യൂ ഫോൾസ് ആയിട്ട് കൊടുക്കാം. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. ടോട്ടൽ കോൾ ഇൻറ്റു ഇവിടെ നമുക്ക് പ്രൈവറ്റിന് വരുന്നത് 10 ആണ് ചാർജ് ആയിട്ട് വരുന്നത്. ദെൻ 10 എന്നുള്ളത് കൊടുക്കുക പ്ലസ് ഏത് കൊടുക്കുക? ലൈൻ റെന്റ് എന്നുള്ളത് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. നമുക്ക് അവിടെ റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാം. ഇനി ബാക്കിയുള്ളവരുടേത് ഫില്ല് ചെയ്യാം. ഇത് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഫംഗ്ഷൻ ആണ് ഒന്നും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് ഓൾറെഡി ഇവിടെ 18% തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ടാക്സ് എമൗണ്ട് ആണ്. അപ്പൊ ടാക്സ് എമൗണ്ട് എങ്ങനെ കാണാൻ പറ്റുന്നത്? ഈക്വൽ കൊടുക്കുക, നെറ്റ് എമൗണ്ട് ഇൻറ്റു ടാക്സ് റേറ്റ് കൊടുത്താൽ മതി. ടാക്സ് എത്രയാണെന്നുള്ളത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നമുക്ക് ഫിൽ പോയിന്റർ യൂസ് ചെയ്ത് ഫിൽ ചെയ്യാം. ലാസ്റ്റ് വൺ നമുക്ക് ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഓൾറെഡി നെറ്റ് എമൗണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട്, ടാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെറ്റ് എമൗണ്ട് പ്ലസ് ടാക്സ് കൊടുത്താൽ മതി. ഈക്വൽ നെറ്റ് എമൗണ്ട് പ്ലസ് ടാക്സ്. അപ്പൊ ആ ആളുടെ ടെലിഫോൺ ചാർജ് എത്രയാണെന്നുള്ളത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടേത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ടെലിഫോൺ ബില്ല് എക്സലിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരുപാട് ഡാറ്റാസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.